ഹേ ഗായ്സ്, അനോമി ദ ഇക്വേഷൻ ഓഫ് ഡെത്ത് ഭാവനയുടെ ലേറ്റസ്റ്റ് മൂവിയാണ്. ആളുടെ 100% കൊടുത്തിട്ട് തന്നെയാണ് മൂവി ചെയ്തിരിക്കുന്നത്. ഇതിൽ ഓരോ ആക്ടേഴ്സും അവരുടെ 100% കൊടുത്തിട്ടുണ്ട്. മൂവി വന്നിട്ട് ഒരു സയന്റിഫിക് ഫിക്ഷൻ ത്രില്ലറാണ്. നമുക്കൊരു ഇൻവെസ്റ്റിഗേഷൻ ബേസ് ചെയ്തിട്ട് ത്രില്ലിംഗ് ബേസ് ഒക്കെ നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾക്ക് ഇഷ്ടപ്പെടും. കഥ പോകുന്നത് ഒരു ഒഴുക്കിൽ തന്നെയാണ് കഥ പോകുന്നത്. പിന്നെ ഇതിന്റെ ഫസ്റ്റ് ഹാഫ് വന്നിട്ട് നമുക്ക് സ്റ്റോറി ബിൽഡിംഗ് ആയതുകൊണ്ട് ആ ഒരു ടൈമിൽ നമുക്ക് ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ഫസ്റ്റ് ഹാഫ് ഫുള്ള് നമുക്ക് അത്രയും ടൈം എടുത്തിട്ട് ആ ഒരു സ്റ്റോറി ബിൽഡിങ്ങിന്റെ ആവശ്യം ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫ് കഴിയുമ്പോൾ ട്വിസ്റ്റ് വരുന്നുണ്ട്. നമ്മൾ ഇയാളായിരിക്കും കൊലയാളി അല്ലെങ്കിൽ ഇയാളായിരിക്കും കില്ലർ എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ അതല്ല, ഇവിടെ ഇങ്ങനെയാണ് വരുന്നത് എന്നുള്ളൊരു സംഭവം അവിടെ വരുന്നുണ്ട്. നമുക്ക് അതൊരു മൂമെന്റിലോട്ട് എത്തുമ്പോൾ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇന്നിരുന്നാൽ പോലും നമ്മൾക്ക് ഒരു അറ്റ് ദാറ്റ് ടൈം അല്ലാണ്ട് നമുക്ക് നേരത്തെ അത് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമ്മളെ കുറെ തോട്ടിലൂടെ നമ്മളെ മൂവിയായിട്ട് കണക്ട് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഡയറക്ടർ നല്ല രീതിയിൽ ട്രൈ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഇതുവരെ ആരും തിങ്ക് ചെയ്തിട്ടില്ലാത്ത ഒരു കോൺസെപ്റ്റ് ആണ് എടുത്തിരിക്കുന്നത്. ഇറ്റ് വാസ് ഡിഫറെന്റ്, റിയലി ഡിഫറെന്റ്, ആൻഡ് ദാറ്റ്സ് ഗുഡ്. എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ട ഒരു കൺസെപ്റ്റ്. ഞാൻ ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള ബുക്സ് വായിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് മേ ബി കൺസെപ്റ്റ് കുറച്ച് കണക്ട് ആയതായിരിക്കാം. കഴിഞ്ഞാൽ ഒരു സ്ലോ ഫേസ് ആണ് മൂവി. ഹോൾ മൂവി എന്ന് പറയുന്നത് ഒരിങ്ങനെ ഒഴുക്ക് മട്ടിലാണ് മൂവി പോകുന്നത്. അതൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് റിയലി റിയലി ഗുഡ് മൂവി. പിന്നെ എല്ലാവരും അവരവരുടെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുക. നമ്മൾ റിവ്യൂസ് പറയുന്നത് നമ്മളുടെ പോയിന്റ് ഓഫ് വ്യൂ എന്നാണ്. തിയേറ്ററിൽ തന്നെ പോയി കാണണം. ബിക്കോസ് ഇറ്റ്സ് വർത്ത് ഇറ്റ് ഗൈസ്. ഗോ ആൻഡ് വാച്ച്. ബൈ ബൈ.